എന്തിനു പറയുന്നു, വെട്ടും അടിയും കുത്തും എന്ന് വേണ്ട ഒരു ഗുണ്ടയായി നടന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ നല്ലൊരു അനുഭവം വരുവാനായിട്ടിടയായി തീർന്നു. ആ യേശു തന്റെ അകത്ത് വന്നു കഴിഞ്ഞപ്പോൾ തനിക്ക് മനസ്സിലായി, ഞാൻ ചെയ്തതെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഞാൻ ചെയ്തതെല്ലാം, പറഞ്ഞതെല്ലാം, പ്രവർത്തിച്ചതെല്ലാം, എല്ലാ കർമ്മങ്ങളും താനത് പാപമാണെന്ന് മനസ്സിലാക്കിയിട്ട് യഥാർത്ഥമായ ജീവനുള്ള സത്യദൈവത്തെ പൂർണ്ണമായി താൻ അംഗീകരിക്കാനായിട്ട് ഇടയാക്കി തീർന്നു. ആ വ്യക്തി ദൈവദാസനാണ് ഇതിവിടെ നിങ്ങളുടെ സന്ദേശം അറിയിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മാറ്റം, യേശു അദ്ദേഹത്തിന്റെ അകത്ത് വന്നു കഴിഞ്ഞപ്പോൾ പുറമേയല്ല, മതം മാറിയതല്ല, പക്ഷെ യേശു തന്റെ ഹൃദയത്തിൽ വന്നപ്പോൾ തനിക്ക് മൊത്തത്തിലൊരു മാറ്റം സംഭവിച്ചു. അപ്പോൾ ആ സന്ദേശം ഈ ദേശത്ത് അറിയിക്കണമെന്നുള്ള പലയിടങ്ങളിൽ കടന്നുപോയി ആ സന്ദേശം അറിയിക്കുകയും നിങ്ങൾക്ക് ആ മാറ്റം കൊടുത്ത ദൈവത്തെ കുറിച്ച് താൻ സാക്ഷ്യം വഹിക്കും. അതിനായി കർത്താവിന്റെ ദാസനെ ക്ഷണിച്ചുകൊണ്ട് നമ്മയ്ക്ക് കൈമാറുന്നു. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൂരത്തും ചാരത്തുമായി ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രബുദ്ധരായ ദേശനിവാസികൾക്കും അഖിലലോക രക്ഷിതാവും മാനവകുലത്തിന്റെ വീണ്ടെടുപ്പുകാരനുമായ ശ്രീ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പ്രഭാതം മുതൽ പത്തനംതിട്ടയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും പ്രാർത്ഥിച്ചാരംഭിച്ചു കടന്നു വന്നിരിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള ബോധവൽക്കരണ സുവിശേഷ സന്ദേശ യാത്രയാണ് ഈ ദേശത്ത്, കൊടുമൺ ദേശത്ത് നിങ്ങളുടെ മധ്യേയും ഈ എത്തി നിൽക്കുന്നത്. മുമ്പൊന്നും നാം കണ്ടിട്ടില്ലാത്ത നിലവാരത്തിൽ ഈ കാലഘട്ടം അതിന്റെ അനിശ്ചിതത്വത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എവിടെയും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആകുലതകളും നിരാശകളും അക്രമങ്ങളും അരാജകത്വങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ടെലിവിഷൻ ചാനലുകളിലൂടെയും മറ്റ് പത്രനവമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും ഒക്കെ നാം ഈ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, കണ്ടുകൊണ്ടിരിക്കുന്ന ഇതൊക്കെയും മനസാക്ഷിയുള്ള മനുഷ്യനെ മരവിപ്പിക്കുന്ന നിലവാരത്തിലുള്ള വാർത്തകളാണെന്ന് ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രസവിച്ച് പോറ്റി വളർത്തുന്ന അമ്മ തന്നെ അല്ലെങ്കിൽ അപ്പൻ തന്നെ സ്വന്തം മക്കളെ കുരുതി കൊടുക്കുന്ന, കൊലപാതകത്തിലേക്ക് തള്ളിവിടുന്ന നിലവാരത്തിൽ, അവരുടെ ജീവൻ എടുക്കുന്ന നിലവാരത്തിൽ ഇന്ന് ലോകം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. മാത്രവുമല്ല, പല ഭവനങ്ങളുടെ അകത്തളങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം ചെയ്യുവാൻ വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നു പോകുന്ന പെൺകുഞ്ഞുങ്ങൾ മാതാപിതാക്കളോ കുടുംബത്തിലുള്ളവരോ മറ്റു പ്രിയപ്പെട്ടവരോ പോലും അറിയാതെ വണ്ണം കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന നിലവാരത്തിൽ ഈ കാലഘട്ടം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുവാൻ താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ ഒരു ദിവസം നാം ഇങ്ങനെ പത്രങ്ങളിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ വാർത്തകൾ കേൾക്കുവാനും കാണുവാനും ഇടയായി തീർന്നു. ജനിച്ചിട്ട് അല്പസമയം മാത്രമായിട്ടുള്ള ഒരു കുഞ്ഞിനെ ഒരു പോളിത്തീൻ കവറിനുള്ളിലാക്കി ഭവനത്തിന്റെ ജനൽ വഴി എടുത്ത് തെരുവീതിയിലേക്ക് എറിഞ്ഞ ഒരു അമ്മയെ കുറിച്ചുള്ള ഒരു വാർത്ത നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. അത് മാത്രമല്ല, ഒരു ഭവനത്തിന്റെ മുറ്റത്ത് ഒരു വൃക്ഷത്തെ നടുന്നതിന്റെ പേരിൽ ഉണ്ടായ വാക്കുതർക്കം നിമിത്തം തന്റെ കയ്യിലിരുന്ന അമാരകമായ ആയുധം കൊണ്ട് സ്വന്തം മാതാവിനെയും പിതാവിനെയും ആക്രമിച്ചു കൊലപ്പെടുത്തിയ ഒരു മകന്റെ വാർത്തയും അല്പകാലങ്ങൾക്ക് മുമ്പേ നമുക്കിവിടെ കേൾക്കുവാൻ കഴിയും. ഇങ്ങനെ പറയുവാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ചിന്തിക്കുവാൻ പോലും കഴിയാത്തവണ്ണം നാൽക്കാലികളെ പോലും ലജ്ജിപ്പിക്കുന്ന നിലവാരത്തിൽ ഇന്ന് ഇരുകാലികളെന്ന് അഭിമാനിക്കുന്ന, സാക്ഷരതയിൽ 100% കൈവരിച്ചുവെന്ന് അഭിമാനിക്കുന്ന ഈ കൊച്ചു കേരളത്തിലെ
ഇരുകാലികളായിരിക്കുന്ന മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാ നമുക്കിന്ന് കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഇതൊക്കെയും എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകാം. ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഇതൊക്കെയും യഥാർത്ഥമായ ഒരു ദൈവസ്നേഹം അനുഭവിക്കുവാൻ കഴിയാത്തത് കൊണ്ട്, യഥാർത്ഥമായ വിശുദ്ധിയുള്ള ഒരു ദൈവത്തെ അറിയുവാൻ ആരാധിക്കുവാൻ കഴിയാത്തത് കൊണ്ട്, മനുഷ്യൻ പിശാചിന്റെ അധീനതയിൽപ്പെട്ട് ഈ ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്ന സാത്താൻ ആ മനുഷ്യനെ നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്ന് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മാറ്റമില്ലാത്ത നിത്യരക്ഷയുടെ സുവിശേഷ സന്ദേശം ഞങ്ങളിങ്ങനെ ദേശങ്ങൾ തോറും കടന്നു ചെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാളെയുടെ ഭാവി വാഗ്ദാനമായിരിക്കുന്ന യുവതലമുറകൾ മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിച്ച് അതിനടിമപ്പെട്ടുകൊണ്ട് മറ്റു മനുഷ്യരെ കോഴിയെ തലയറുത്തു തള്ളുന്നത് പോലെ തലയറുത്തു തള്ളുന്ന നിലവാരത്തിൽ, മനുഷ്യ മനസ്സാക്ഷി പോലും മരവിപ്പിക്കുന്ന നിലവാരത്തിലുള്ള പ്രവർത്തികൾ കാഴ്ചവെച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെങ്ങോട്ടാണ് പോകുന്നത്? ഈ സാക്ഷരത സുന്ദര കേരളം നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാ ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, പണ്ടൊക്കെ നാം ഒന്ന് ചിന്തിക്കണം, എവിടെയും സ്നേഹമുണ്ടായിരുന്നു, സഹകരണമുണ്ടായിരുന്നു. അടുത്ത വീട്ടിൽ ആഹാരം ഉണ്ടാക്കിയില്ല എങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് ഭക്ഷണം വിളമ്പിക്കൊടുത്ത് മറ്റൊരുവന്റെ വിശപ്പ് കൂടി അവയെ അകറ്റുന്ന ഒരു നിലവാരം പണ്ട് നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഇത് ചെകുത്താന്റെ നാടായി മാറിയിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കണമേ, സ്വന്തം ഭവനത്തിനകത്ത് പോലും ഉണ്ടാക്കുന്ന ആഹാരം സ്വസ്ഥമായിട്ട് അത് കഴിക്കുവാൻ കഴിയാതെ, ആ ഭവനത്തിനുള്ളിൽ സ്വസ്ഥമായി കിടന്നുറങ്ങുവാൻ പോലും അനുവദിക്കാതെ വണ്ണം മദ്യവും മയക്കുമരുന്നും മനുഷ്യനെ കരങ്ങളിലെടുത്തുകൊണ്ട് അരാജകത്വങ്ങളും അക്രമങ്ങളും ഒക്കെ അഴിച്ചുവിട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയല്ലേ ഞാനും നിങ്ങളും ഈ നമ്മുടെ തലമുറകളും ഒക്കെ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾ ഓർപ്പിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. നമുക്കറിയാം, നമ്മുടെ തലമുറകളൊക്കെ നല്ല ഹയർ സ്റ്റഡീസിനൊക്കെ പഠിക്കുന്നവരാ. അവർക്ക് നല്ല വില കൂടിയ 5G ഇന്റർനെറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന നിലവാരത്തിലുള്ള നല്ല മൊബൈൽ ഫോണുകൾ നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അവരാവശ്യപ്പെടുന്നത് അനുസരിച്ചും അല്ലാതെയും നാം നല്ല വില കൂടിയ വാഹനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കൊടുത്ത് നമ്മൾ വളർത്തുന്നുണ്ട്. അവർ ഇഷ്ടപ്പെടുന്ന നിലവാരത്തിലുള്ള നല്ല വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്ത് നമ്മൾ അവരെ വളർത്തുന്നുണ്ട്. പക്ഷേ ഇതൊക്കെയും അവരെ നാശത്തിലേക്കാണ് തള്ളിവിടുന്നതെന്നുള്ള നഗ്നമായ സത്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹം കുഞ്ഞുങ്ങളുടെ മേൽ നമ്മൾ പകരുമ്പോൾ, അത് നമ്മുടെ പ്രവൃത്തിയിലൂടെ പ്രകടനത്തിലൂടെ വെളിപ്പെടുത്തുമ്പോൾ നാം ഒന്ന് മനസ്സിലാക്കുക, അർഹിക്കാത്തതൊക്കെ നമ്മുടെ തലമുറകൾക്ക് വാരിക്കോരി കൊടുത്തിട്ട് ഒടുവിൽ അവരെ നാശത്തിന് അവകാശികളാക്കി മാറ്റുന്ന ഒരു തലമുറയായി വളർത്തിയെടുക്കുവാനല്ല നാം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്. മറിച്ച് മനുഷ്യരെ സ്നേഹിക്കുവാൻ, മറിച്ച് മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെ നിന്ന് ജീവിക്കുവാൻ, അവൻ വിശക്കുന്നവന് തന്നെ ആഹാരം പകർത്തു കൊടുക്കുവാൻ, അവൻ രോഗത്തിൽ ഇരിക്കുന്നവനെ ആശ്വസിപ്പിക്കുവാൻ, ഒരു കൈത്താങ്ങ് സഹായം കൊടുക്കുവാൻ, ആ നിലവാരത്തിൽ നാം നമ്മുടെ തലമുറകളെ വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു എന്ന് വ്യക്തമായി ഞങ്ങൾ നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുകയാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഈ ലോകത്തിന്റെ വിദ്യാഭ്യാസം കൊണ്ട് ഇത് സംഭവിക്കുമോ? ഒരിക്കലുമില്ല. അങ്ങനെയാണെങ്കിൽ സാക്ഷരതയിൽ 100% കൈവരിച്ചുവെന്ന് അവകാശപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിൽ ഇന്ന് അക്രമങ്ങളും അരാജകത്വങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ഇങ്ങനെ ദുഷ്ടതകൾ ഇങ്ങനെ നടമാടുകയില്ലായിരുന്നുവെന്ന് നാം വ്യക്തമായി മനസ്സിലാക്കണം. ഇവിടെ എന്തിന്റെ കുറവ് കൊണ്ടാണ്? വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടാണോ? അതോ ടീച്ചേഴ്സിന്റെ കുറവ് കൊണ്ടാണോ? അതോ മതവിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണോ? പഠിപ്പിക്കാൻ മതഗുരുക്കന്മാരില്ലാത്തത് കൊണ്ടാണോ? ഇവിടെ എന്തിന്റെ കുറവാണ്? എന്തുകൊണ്ടാണ് നാളെയുടെ വാഗ്ദാനമായിരിക്കുന്ന ഈ തലമുറകൾ നാശത്തിലേക്ക് തന്നെ സഞ്ചരിച്ചുകൊണ്ട് ിരിക്കുന്നതെന്ന് നാം വ്യക്തമായി ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാര്യമാണ്. എന്റെയും നിങ്ങളുടെയും ഭവനങ്ങളിൽ കുഞ്ഞുങ്ങളുണ്ട്. അവർ വളർന്നു വരുന്നവരാണ്, അവർ വിദ്യാഭ്യാസം ചെയ്യുന്നവരാണ്, നാളെയുടെ വാഗ്ദാനമായിരിക്കേണ്ടവരാണ്, നാളെ ഈ രാജ്യം ഭരിക്കേണ്ടവരാണ്. അവരെ നാം
ദൈവ സ്നേഹത്തിൽ വളർത്തിയെടുക്കുവാൻ തയ്യാറാകണം. ഇന്ന് എവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവഭക്തിയല്ല, എവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് മതഭക്തിയാണെന്നുള്ള നഗ്നമായ സത്യമാണ് ഈ പകൽക്കാലം ഞങ്ങൾക്ക് നിങ്ങളോട് വിളിച്ചു പറയാൻ കഴിയുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഏത് ആരാധനാലയങ്ങളിലും അവിടെയൊക്കെയും മതഭക്തി വളർത്തിയെടുക്കുന്ന നിലവാരത്തിൽ മതഭ്രാന്തന്മാരായി തലമുറകളെ സൃഷ്ടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമൂഹമെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതല്ല നമുക്ക് ആവശ്യം. പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു പുതുതലമുറയെ നാം വാർത്തെടുക്കേണ്ടിയിരിക്കുന്നു. അതിന് നാം നല്ലൊരു ദൈവത്തെ അവർക്ക് പകർന്നു കൊടുക്കേണ്ടിയിരിക്കുന്നു. നാം നമ്മുടെ തലമുറകൾക്ക് സകലതും വാങ്ങിക്കൊടുത്തു വളർത്തുന്നതിന് മുമ്പേ ദൈവത്തെ അവർക്ക് പകർന്നു കൊടുക്കുക. ദൈവത്തിന്റെ വചനം അവരുടെ ഹൃദയത്തിൽ പകർന്നു കൊടുത്ത് ദൈവ പൈതലായി അവരെ വളർത്തിയെടുക്കുവാൻ നാം ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുമെങ്കിൽ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല കേട്ടോ. മറ്റുള്ളവന്റെ ദുഃഖം കാണുമ്പോൾ മാറി നിന്ന് കൈയടിച്ചു സന്തോഷിക്കുന്ന ഒരു തലമുറയല്ല നാം വളർത്തിയെടുക്കേണ്ടത്. മറ്റുള്ളവന്റെ ഭാരത്തിൽ മാറി നിന്ന് ചിരിക്കുന്നവനെയല്ല നാം വളർത്തിയെടുക്കേണ്ടത്. മറ്റുള്ളവരുടെ പ്രയാസങ്ങളുടെ നടുവിൽ അവരെ ആശ്വസിപ്പിക്കുവാൻ, അവരെ ചേർത്ത് നിർത്തുവാൻ, അവർക്ക് കൂടി പകർന്നു കൊടുത്ത് വളർത്തുവാൻ നാം നമ്മുടെ തലമുറയെ പഠിപ്പിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. മനസ്സാക്ഷി പോലും ഇന്ന് എന്തെന്നറിയുവാൻ കഴിയാത്ത തലമുറയായി ഇന്നത്തെ തലമുറ ഒരു സമൂഹം വളർന്നു വന്നുകൊണ്ടിരിക്കുക. ഇത് നാശത്തിലേക്കുള്ള പോക്ക, ഇത് നശിക്കുവാൻ വേണ്ടിയുള്ള പോക്ക. ആ പോക്കല്ല ദൈവം ആഗ്രഹിക്കുന്നത്. സകല മനുഷ്യരും ആ ദൈവത്തിന്റെ നിത്യതയിൽ എത്തിച്ചേരണമെന്നാണ് ആ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നത്, യേശുവെന്ന രക്ഷിതാവിലല്ലാതെ ലോകമാനവരാശിക്കൊരു രക്ഷയില്ല. യേശു ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചിട്ട് അവൻ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങൾ ബാധിച്ചവരെ അതിനെ ശാസിച്ച് ഭൂതങ്ങളെ പുറത്താക്കി, മരിച്ചു കിടന്നവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഘോഷിച്ചുകൊണ്ട് അവൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു. ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഈ യേശുവെന്ന രക്ഷിതാവിലല്ലാതെ ലോകമാനവരാശിക്കൊരു രക്ഷയില്ല. ഇതുപോലെ നിന്ന് വിളിച്ചു പറയുന്ന എന്റെ പേര് ശിഹാബുദ്ദീൻ എന്ന ഒരു പാരമ്പര്യ മുസ്ലിം കുടുംബത്തിൽ ജീവിച്ചു വളർത്തപ്പെട്ട ശിഹാബുദ്ദീൻ എങ്ങനെ യേശുവിനെ പ്രസംഗിക്കുന്നവനായി എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഞാൻ പറയട്ടെ, ഞാൻ വിശ്വസിച്ചിരുന്ന മതപ്രസ്ഥാനങ്ങൾക്കോ, ഞാൻ വിശ്വസിച്ചിരുന്ന തത്വസംഹിതകൾക്കോ, ഞാൻ വിശ്വസിച്ചിരുന്ന മത നേതാക്കന്മാർക്കോ എന്നെ നാശത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയാതെ എന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, എന്നെ നാശത്തിലേക്ക് തള്ളിവിട്ട് കഴിച്ചപ്പോൾ ഞാൻ അറിയാത്തൊരു ദൈവം, എന്നെ സ്നേഹിക്കുന്ന ദൈവമായ യേശുവെന്ന രക്ഷിതാവിന്റെ ജീവിതത്തിലേക്ക് അടുത്തു വന്നതാ. ഇന്ന് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ രക്ഷയുടെ സന്ദേശം ഇവിടെ നിന്ന് പ്രഘോഷിപ്പാൻ ഇടയായി തീർന്നത്. അതുകൊണ്ട് ശിഹാബുദ്ദീനും സേവിയറും മുരളിയും ഇവിടെ നിൽക്കുന്ന സന്തോഷവും ഇവിടെ കടന്നു വന്നിരിക്കുന്ന ജോഷിയും ഒക്കെ മാറ്റമില്ലാത്ത നിത്യരക്ഷയുടെ സുവിശേഷത്തിന്റെ സന്ദേശവുമായി ദേശനിവാസികളുടെ മുമ്പിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നത്. വിശുദ്ധ തിരുവെഴുത്തിനോട് ചേർന്ന് ഞങ്ങളും വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്നൊരു നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല എന്ന് വിശുദ്ധ തിരുവെഴുത്ത് അടിവരയിട്ട് സന്നിഗ്ധമായി വിളിച്ചു പറയുന്നുവെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, മറ്റൊരു വ്യക്തിയിലും ലോകമാനവരാശിക്ക് രക്ഷയില്ല എന്ന് വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തവും അസന്നിഗ്ധമായി വെളിപ്പെടുത്തിയിരിക്കുക. ഒന്ന് ചിന്തിക്കണം. ഏത് നിമിഷമാണ് ഒരു മനുഷ്യനെ മരണമെന്ന കരാളഹസ്തം മാടി വിളിക്കുന്നത് നമുക്ക് പറയുവാൻ കഴിയില്ല. ഇവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇവിടെ വാഹനങ്ങളിലിരിക്കുന്ന, തെരുവീതികളിലായിരിക്കുന്ന പ്രിയമുള്ളവരെ, ഈ നിമിഷം നമ്മുടെ ആത്മാവിനെ ദൈവം ചോദിച്ചാൽ നാം അടുത്ത എവിടെയായിരിക്കുമെന്നുള്ള കാര്യം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ നിമിഷം നമ്മുടെ ആത്മാവിനെ ചോദിച്ചാൽ നമുക്ക് ആ ദൈവത്തോട് പറയുവാൻ കഴിയുമോ? ഞാൻ ഇവിടെ സമ്പാദിക്കുവാനുള്ളതൊന്നും സമ്പാദിച്ചു തീർത്തിട്ടില്ല. എനിക്കിവിടെ എന്റെ തലമുറകളെ വിവാഹം കഴിച്ചയക്കേണ്ടതുണ്ട്. എനിക്കൊരു ഭവനം ഉണ്ടായിട്ടില്ല, ഭവനത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ദൈവമേ, എനിക്കിപ്പോൾ വരാൻ കഴിയത്തില്ല, അല്പം കൂടി കഴിയട്ടെ, ഇതൊക്കെ ഒന്ന് പൂർത്തീകരിച്ചിട്ട് വരാമെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഇവിടെ നിന്ന് വിളിച്ചു പറയുകയാ. വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, മൂഢാ, നിന്റെ ആത്മാവിനെ ഇന്ന് ദൈവം ചോദിച്ചാൽ നിന്റെ നക്ഷത്ര നീ എവിടെ ചിലവഴിക്കുമെന്ന് വ്യക്തമായിട്ട് വിശുദ്ധ തിരുവെഴുത്ത് ചോദിക്കുക.
എന്റെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞങ്ങൾ പറഞ്ഞു നിർത്താൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന് നിങ്ങൾ ചിന്തിക്കണം, ഈ ലോകത്തിൽ നാം തട്ടിപ്പിടിച്ചതും വെട്ടിപ്പറിച്ചതും നാം നേടിയെടുത്തതും കട്ടെടുത്തതും കൊള്ളയിട്ടെടുത്തതൊന്നും നമ്മെ രക്ഷയിലെത്തിക്കാൻ ഇടയായി തീരുകയില്ല. പ്രിയമുള്ളവരെ, മറ്റൊരുവന്റെ വസ്തുവിന്റെ ചുവരുമാന്തിയെടുത്ത് അല്പം കൂടി വസ്തുവിന് അളവ് കൂട്ടിയാൽ, അല്പം കൂടി സമ്പാദിച്ചെടുത്താൽ നാം സ്വർഗരാജ്യത്ത് പ്രവേശിക്കുകയില്ല. ഒരായുസ് മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയത് മുഴുവൻ കൊടുത്താലും നിത്യരക്ഷയെ നമുക്ക് അവകാശമാക്കുവാൻ കഴിയുകയില്ല. നമുക്ക് ദാനമായി നൽകിയ സകലത്തെയും നാം ദൈവത്തിന്റെ സന്നിധിയിൽ കാഴ്ചവെച്ചാലും നമുക്ക് നിത്യരക്ഷ അവകാശമാക്കുവാൻ കഴിയില്ല. നിത്യരക്ഷ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? ആ നിത്യരക്ഷ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഈ കൂടി പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ കടന്നു പോകാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ മനസ്സിലാക്കണം, ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിലല്ലാതെ മാനവരാശിക്കൊരു രക്ഷയുമില്ല എന്ന് വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായി പറയുകയാണ്. ഒരു കേൾക്കണമേ, ലോക മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു, തന്റെ സാദൃശ്യത്തിന് സൃഷ്ടിച്ചിട്ട് ഏദൻ പറുദീസയിൽ ദൈവത്തോടൊപ്പം വസിക്കുവാൻ വേണ്ടി ആക്കി വെച്ച മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവനായിട്ട് ഈ ഭൂമിയിൽ ശപിക്കപ്പെട്ടവനായി നിബന്ധിക്കുവാൻ ഇടയായി തീർന്നെങ്കിൽ, ആ ശാപത്തിന് കീഴിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, ആ പാപത്തിന്റെ ശമ്പളമായ നിത്യമരണത്തിൽ നിന്ന് മാനവരാശിയെ രക്ഷിച്ചെടുക്കുവാൻ ദൈവമായിരുന്നവൻ, സാക്ഷാൽ ദൈവമായിരുന്നവൻ, ദൈവമെന്ന സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ഈ താണ ഭൂമിയിൽ മറിയായിരുന്ന കന്യകയുടെ ഉദരത്തിൽ അവൻ ജന്മമെടുക്കുവാൻ ഇടയായി തീർന്നു. ഈ ഭൂമിയിലേക്ക്, ഈ താണ ഭൂമിയിലേക്ക് ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്ന സകല സൃഷ്ടികളുടെയും ഉടയവനായിരിക്കുന്ന ശ്രീ യേശുക്രിസ്തു എന്ന ദൈവം ഈ ഭൂമിയിലേക്ക് താനിറങ്ങി വന്നത് മാനവരാശിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. നോക്കിയേ, താൻ ദൈവമാണെന്നുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ടിരുന്നെങ്കിൽ ആ മാനവരാശി മുഴുവൻ പാപത്തിന്റെ ശമ്പളമാകുന്ന നിത്യമരണം അനുഭവിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ യേശുക്രിസ്തു ഭൂമിയിൽ അവതരിച്ചത് മാനവരാശിയെ പാപത്തിന്റെ ശമ്പളമാകുന്ന മരണത്തിൽ നിന്ന് രക്ഷിച്ചെടുത്ത് നിത്യതയിൽ അവനെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് യേശു എന്ന രക്ഷിതാവ് ഭൂമിയിൽ അവതരിപ്പാൻ ഇടയായി തീർന്നത്. ഈ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് നീതിക്ക് വേണ്ടി വിശ്വസിക്കുകയും അതരം കൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി ഏറ്റുപറയുകയും ചെയ്ത് ഒരു വ്യക്തി യേശുവിനെ രക്ഷിതാവും ദൈവമായി തന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നില്ല, അവൻ നിത്യനാശത്തിന് അവകാശിയായി മാറുമെന്ന വിശുദ്ധ തിരുവെഴുത്തിനോട് ചേർന്ന് ഞങ്ങൾ വിളിച്ചു പറയുവാൻ താല്പര്യപ്പെടുകയാണ്. നമ്മുടെ പുണ്യപ്രവൃത്തികളൊന്നും നമ്മെ രക്ഷിക്കുവാൻ പര്യാപ്തമായ കാര്യമല്ല. നേർച്ചകളും കാഴ്ചകളും ഒക്കെ നമുക്ക് നടത്താം, യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ നമുക്ക് നടത്താം, ഉരുൾ കമത്താം, നിലവിളക്ക് കത്തിക്കാം, തെർമോക്കോൾ കൊണ്ടുണ്ടാക്കിയ കുരിശിന്റെ രൂപം നമ്മുടെ ചുമലിൽ ചുമന്നുകൊണ്ട് തെരുവീതികളിലൂടെ നമുക്ക് എലിമിനേഷൻ ബൾബുകൾ കത്തിച്ചുകൊണ്ട് നടന്നു പോകാം. ഇതൊന്നും നമ്മളെ നിത്യരക്ഷയ്ക്ക് അവകാശിയാക്കി മാറ്റുകയില്ല. നമ്മുടെ പ്രവൃത്തികളൊന്നും നമ്മളെ രക്ഷിക്കുവാൻ പര്യാപ്തമായ കാര്യമല്ല എന്ന് വിശുദ്ധ തിരുവെഴുത്തിനോട് ചേർന്ന് ഞങ്ങൾ നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞങ്ങൾ പാപമൊന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നവരാ, ഞങ്ങൾ നന്മ പ്രവൃത്തികൾ ചെയ്യുന്നവരാ. അതുകൊണ്ട് ഞങ്ങളുടെ നന്മ പ്രവൃത്തികൾ ഞങ്ങളെ സ്വർഗരാജ്യത്തിൽ എത്തിക്കുമെന്ന് ആരെങ്കിലും ഇന്ന് പകൽക്കാലം ചിന്തിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നു, മനുഷ്യന്റെ നന്മ പ്രവൃത്തികളൊക്കെയും കറവരണ്ട തുണി പോലെയാണെന്ന് വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായി വെളിപ്പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയ സ്നേഹിത, താങ്കൾ ആദാമ്യ സന്തതിയിൽപ്പെട്ട മനുഷ്യനാ, താങ്കളുടെ ജീവിതത്തിൽ പാപഭാരം പേറിക്കൊണ്ടാണ് താങ്കൾ ജീവിക്കുന്നത്. ഇങ്ങനെ താങ്കൾ മരണപ്പെട്ടു പോയാൽ താങ്കൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. അതിനൊരു പരിഹാരം ദൈവം വരുത്തിയിട്ടുണ്ട്. യേശുവിനെ രക്ഷിതാവായി താങ്കൾ സ്വീകരിക്കുക. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന അധികാരം ദൈവവൈതലാകുക എന്നുള്ളതാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ വ്യക്തവും അസന്നിഗ്ധവുമായി അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പാപത്തിന്റെ അധീനതയിൽ കിടക്കുന്ന മാനവരാശിയെ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നു, യേശു എന്ന രക്ഷിതാവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുക. നിന്റെ രക്താംബരം പോലെ കടിഞ്ചുവപ്പായ പാവങ്ങളെയും ക്ഷമിച്ചു തരുവാൻ, കഴുകി ശുദ്ധീകരിക്കുവാൻ യേശുവിന്റെ രക്തത്തിന് കഴിയും. പാപമംഗലമായി കിടന്ന മാനവരാശിയെ പരിശുദ്ധനായ ദൈവം തന്റെ അവസാനത്തുള്ള രക്തം വരെയും കാൽവരിയുടെ കൊലക്കളത്തിൽ ഒരുക്കിക്കൊടുത്ത് മറുവിലയായി വാങ്ങിയെടുത്തതാണ് ഈ മാനവരാശി സമൂഹത്തെ ദൈവം ഇന്ന് പകൽക്കാലം ഞങ്ങൾ വിളിച്ചു പറയുന്നു. ആ രക്ഷയിലേക്ക് നിങ്ങൾ കടന്നു വരേണ്ടത് അത്യാവശ്യം.
അത്യാവശ്യമാണ്. ഇല്ല എങ്കിൽ നിങ്ങളുടെ നിത്യത നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങൾ എവിടെ ജീവിക്കും, എവിടെ വസിക്കുമെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നിങ്ങളുടെ ആത്മാവിനെ ദൈവം ചോദിച്ചാൽ അടുത്ത സെക്കൻഡ് താങ്കൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിത്യ ശിക്ഷാവിധിക്ക് അവകാശിയായി മാറും. ആ ശിക്ഷാവിധിയിൽ നാം അകപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ലോകരക്ഷിതാവായിരിക്കുന്ന, ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ രക്ഷിതാവും ദൈവമായി സ്വീകരിച്ചുകൊണ്ട് ഒരു ദൈവവൈതലായി ജീവിക്കുവാൻ, നിങ്ങളുടെ നിത്യതയെ ഉറപ്പിക്കുവാൻ ഞങ്ങൾ ഈ പകൽക്കാലം ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ സമയത്തിൽ നിന്ന് പിന്മാറുവാൻ താല്പര്യപ്പെടുകയാണ്. അവൻ വീണ്ടും പറയുന്നു, തിരുവെടുത്ത് മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്നൊരു നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ല എന്ന് വ്യക്തവും ശക്തവും അസന്ദിഗ്ധമായി അടിവരയിട്ടുകൊണ്ട് ശിഹാബുദ്ദീൻ ഇന്ന് പകൽക്കാലം ഇവിടെ വിളിച്ചു പറയുന്നു, മറ്റൊരുവനിലും രക്ഷയില്ല. ഏറ്റെടുക്കാൻ താങ്കൾക്ക് കഴിയുമോ? വിശ്വസിക്കുവാൻ താങ്കൾക്ക് കഴിയുമോ? ഏറ്റെടുക്കുവാനും തള്ളിക്കളയാനും താങ്കൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. രണ്ടിനും സ്വാതന്ത്ര്യം ദൈവം നൽകിയിട്ടുണ്ട്. ഏത് വേണമെന്ന് താങ്കൾക്ക് തിരഞ്ഞെടുക്കാം. ഒന്നുകിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ താങ്കൾക്കും കടന്നു പോകാം. ഇല്ല എങ്കിൽ നാമെ തള്ളിക്കളഞ്ഞിട്ട് നിത്യ ശിക്ഷാ വിധിക്ക് യോഗ്യരാകുന്നവരുടെ കൂട്ടത്തിൽ താങ്കൾക്ക് സ്ഥാനമുറപ്പിക്കാം. ഏത് വേണമെന്ന് താങ്കൾ തീരുമാനിച്ചാട്ടെ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് താങ്കളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ കർത്തദാസ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്.